ഹായ്, ഇപ്പോൾ ലുലുവിൽ 50% ഫ്ലാറ്റ് സെയിൽ കാണുന്നുണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഞാൻ ലുലു കണക്റ്റിൻ്റെ ഭാഗത്തെ കഴിഞ്ഞ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അത് കാണാത്തവരാണെങ്കിൽ അത് കാണുക. അപ്പോൾ ഞാൻ ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഭാഗത്ത് വന്നിരിക്കുകയാണ്. ഇവിടെ ലഗേജ് തൊഴിയാൻ സ്ഥലമില്ലാത്തതുകൊണ്ടേ പുറത്തെ ഏറിയ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുക. നല്ല തിരക്കുണ്ട് ഇവിടെ. ഇന്നത്തെ ദിവസം ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ടേ പറയണ്ട. പിന്നെ ഇവിടെ നമുക്ക് ട്രോളി കിട്ടാൻ ഭയങ്കര പാട് കേട്ടോ. ഈ ഒരു സെയിൽ നടക്കുന്ന സമയമാണ്ടെന്ന് തോന്നുന്നു. ട്രോളി ഇല്ലാത്തവർ പോയി കഴിഞ്ഞാൽ നമുക്ക് സാധനങ്ങളൊന്നും ക്യാരി ചെയ്യാൻ പറ്റത്തില്ല. ട്രോളിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണേ. ചിലർക്കൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ബാഗ് കിട്ടിയിട്ടുണ്ട്, പക്ഷേ എനിക്കത് പോരല്ലോ. കുറച്ച് കൂടുതൽ സാധനമുണ്ട്, അതുകൊണ്ട് വലിയ ട്രോളി തന്നെ വേണം. കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇവർക്കൊന്നും ട്രോളി കിട്ടിയിട്ടില്ല, അതാണ് ഇവിടെ എല്ലാവരും നിൽക്കുന്നത്. ട്രോളി ഇപ്പം കുറേ എണ്ണം, ഒരു 10-30 എണ്ണമൊക്കെ അടുപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ട്രോളിയൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ വരുന്നതിന് മുമ്പ് തീർന്നുകൊണ്ടിരിക്കുക കേട്ടോ. അതുപോലെ തിരക്കാ ട്രോളി എടുക്കാൻ്റെ. എങ്ങനെയെങ്കിലും ഒരെണ്ണം സംഘടിപ്പിക്കണം. ഗുസ്തി കിട്ടിയെന്ന് തോന്നുന്നു. ഇനി 4 മിച്ചമുണ്ട്, ഒരെണ്ണം കിട്ടി. ഒരു ട്രോളി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അകത്തോട്ട് കയറിയേക്കാം. ലുലുമാളിലെ ട്രോളി എന്ന് പറഞ്ഞില്ലേ, വലിയ ട്രോളിയാണ്. എന്നത് കുട്ടികളെയൊക്കെ കയറ്റി എത്തിയിട്ടുണ്ടാവും. മാതാപിതാക്കൾ ഷോപ്പിങ്ങിന് കയറുന്നത്. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടെ മുകളിൽ ബാനർ കാണാം, 50% ഫ്ലാറ്റ് സെയിൽ എന്ന് പറഞ്ഞാൽ. ഇതിനെല്ലാം 50% ഉണ്ട് കേട്ടോ, ഹാഫ് പ്രൈസേ ഉള്ളൂ. പിന്നെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഉടനെ ഈ പയറുവർഗ്ഗങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലത്ത് ഞാൻ കയറിയിരിക്കുകയാണേ. എന്നുവെച്ചാൽ തീരുന്നതിന് മുമ്പ് സാധനം മേടിക്കും. കടലയും ഉഴുന്നൊക്കെ പകുതി വരെ കിട്ടി കേട്ടോ. എന്നുവെച്ചാൽ 90 രൂപ താഴെ. നല്ല ലാഭം. ക്വാളിറ്റിയും തിരുമോശമല്ല. അപ്പം അങ്ങനെ പാത്രങ്ങൾ വയ്ക്കുന്ന ഒരു സൈഡിൽ വന്നിരിക്കുകയാണ്. തവായും കാസറോളൊക്കെ വയ്ക്കുന്ന ഒരു ഭാഗത്ത് വന്നിരിക്കുകയാണ്. സ്റ്റീൽ പാത്രങ്ങളും എല്ലാം അവിടെയുണ്ട്. അവിടെ എല്ലാം നല്ല വില കുറവുണ്ട്. കുക്കറൊക്കെ കോംബോ സെറ്റ് 3000 രൂപയ്ക്ക് കിട്ടി. എന്ന് വെച്ചാൽ കോംബോ എന്ന് വെച്ചാൽ 5 ലിറ്റർ 3 ലിറ്ററിൻ്റെയും പ്രസ്റ്റീജിൻ്റെ പ്രഷർ കുക്കർ കേട്ടോ. അത് 3000 രൂപയ്ക്ക് കിട്ടി. അത് ലാഭമാണ്. പിന്നെ ഇവിടെ കൂടുതലിരിക്കുന്നത് ഷെഫ്ലൈൻ്റെ പ്രൊഡക്ട്സാണ് കേട്ടോ. അതിനൊക്കെ 62% ഓഫറുള്ളത്. അപ്പച്ചട്ടിയൊക്കെ നോൺ സ്റ്റിക്ക് അപ്പച്ചട്ടിയൊക്കെ ഉണ്ടല്ലോ, PGൻ്റെ. പിന്നെ ഷെഫ്ലൈൻ്റെ തവ നോൺ സ്റ്റിക്ക്, PGൻ്റെ നോൺ സ്റ്റിക്ക് അപ്പച്ചട്ടി, അതൊക്കെ 62%, 56% ഒക്കെ ഓഫറാണ്. എന്ന് വെച്ചാൽ 2000 രൂപ വിലയുള്ളത് 800 രൂപയ്ക്ക് കിട്ടും. ലാവപ്പലയുടെ സെറ്റുണ്ട് ഇവിടെ കൂടുതൽ. അതിനും 73% ഒക്കെ ഓഫറുണ്ട്. 3000 രൂപ വിലയുള്ളത് 800 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. നല്ല ലാഭത്തിലാണ് സാധനങ്ങളൊക്കെ കിട്ടുന്നത്. അതിൽ എംപെക്സിൻ്റെ കുക്ക് വെയർ സെറ്റ് 7 പീസൊക്കെ 7000 രൂപയുള്ളത്
2000 രൂപ അടുത്ത് കിട്ടും കേട്ടോ. 72% ഓഫർ. പിന്നെ ബിരിയാണി പോട്ടൊക്കെ ഉണ്ടല്ലോ ഇമ്പെക്സിൻ്റെ, അതൊക്കെ 70% ഓഫറിലുണ്ട്. 1500 രൂപയ്ക്ക് കിട്ടും അതൊക്കെ. അത് എനിക്ക് 4800 സംതിങ് ആണ് അതിൻ്റെ വില. ഷെഫ്ലാൻഡ് നോൺ സ്റ്റിക്ക് കുക്കിംഗ് പോട്ട് വിത്ത് ലിഡാണ്. അതൊക്കെ 67% ഓഫറാണ്. എന്ന് വെച്ചാൽ 5000 രൂപയുടെ 1500 അടുത്ത് കിട്ടുന്നുണ്ട്. അങ്ങനെ എല്ലാത്തിനും നല്ല ഓഫറാണ്. പിന്നെ ഇപ്പോൾ വെജിറ്റബിളിൻ്റെ സെക്ഷനിലോട്ട് വന്നിരിക്കുകയാണ് ഞാൻ. വെജിറ്റബിൾ ഫ്രൂട്ട്സിനൊക്കെ 200 താഴെ ഉള്ളൂ. റോയൽ ഗാല എന്ന് പറഞ്ഞൊരു വെർഷൻ ഉണ്ടല്ലോ ആപ്പിളിൻ്റെ, പിങ്ക് ലേഡി അങ്ങനെയൊക്കെ പറഞ്ഞ വെർഷനൊക്കെ 200 താഴെ ഉള്ളൂ. ബാക്കി കുറച്ച് കുറവുണ്ടെന്നുള്ളൂ, വലിയ കുറവൊന്നും കണ്ടില്ല. പിന്നെ കുറേ പച്ചക്കറിയും മറ്റു ഐറ്റംസിനെല്ലാം സവാളയ്ക്ക് 17 രൂപ. പിന്നെ ഓറഞ്ച് കിടപ്പുണ്ട്, അത് പക്ഷേ നമ്മുടെ നാടൻ ഓറഞ്ച് അല്ലല്ലോ. എനിക്ക് ഏറ്റവും ലാഭമായിട്ട് തോന്നിയ സവാള കേട്ടോ, 17 രൂപയ്ക്ക് നല്ല സവാള കിട്ടിയത്, ഫ്രഷ് സാധനം. പിന്നെ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലോട്ട് വന്നാൽ ഇറാനിൽ നിന്നുള്ള ഫ്രഷ് ഡേറ്റ്സ് ഒക്കെ ഉണ്ട്. കിലോയ്ക്ക് 200 രൂപയുള്ളൂ കേട്ടോ. ഈ കാണുന്ന യെല്ലോ കളറുള്ളത് ഇമ്പോർട്ടഡ് ഓറഞ്ചാണ്, മൺട്രിയൻ എന്നാണ് തോന്നുന്നു പേര്. അത് 179 രൂപയുള്ളൂ കേട്ടോ. പല പല രാജ്യങ്ങളിൽ നിന്നുള്ള ഫ്രൂട്ട്സ് നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ. പച്ചരിക്ക 49 രൂപ, അത് സാധാരണ വില തന്നെയല്ലേ. പിന്നെ നല്ല ഫ്രഷ് ചീരയൊക്കെ കിട്ടും കേട്ടോ, പച്ചച്ചീരയും ചുവന്ന ചീരയൊക്കെ നല്ല ഫ്രഷാണ്. വെണ്ടയ്ക്കൊക്കെ 50% ഓഫറുണ്ട്, 25 രൂപയുള്ളൂ. ആ കാണുന്ന ഫിഷ് സ്റ്റോറൊക്കെയാണ്, ഫിഷ് മീറ്റ് എല്ലാം ആ ഒരു സൈഡിലുള്ളത്. അതിനു മുമ്പ് ഞാൻ കാണിച്ചിട്ടുള്ള. പിന്നെ അവിടെ വലിയ ഓഫറൊന്നും ഇല്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. തേങ്ങയ്ക്കൊക്കെ വില കുറവുണ്ട്. തേങ്ങയ്ക്ക് 39 രൂപയല്ലേ സാധാരണ, ഇപ്പം ഇവിടെ 33 രൂപ കിട്ടും. ഉരുളക്കിഴങ്ങൊക്കെ പല വെറൈറ്റിയുടെ കിടപ്പുണ്ട് കേട്ടോ. ഗാർലിക്കൊക്കെ 95 പിന്നെ ഫ്രഷായിട്ടുള്ള പച്ചക്കറി നമുക്കിവിടെ കിട്ടും കേട്ടോ. ചീരയൊക്കെ ആണെങ്കിലും നല്ല ഫ്രഷാണ്. വെജിറ്റബിൾ സെക്ഷനിൽ കുറേ ഐറ്റംസിനൊക്കെ നല്ല കുറവാണ് കേട്ടോ. ബ്ലൂബെറിയൊക്കെ 179 രൂപയുള്ളൂ, 259 രൂപയുടെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. പിന്നെ ഇവരുടെ തന്നെ മസാലകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു ഇവിടെ തന്നെ മസാല കൂട്ടുണ്ട്, പിന്നെ മുളക് പൊടിയുണ്ട്. ഇതൊക്കെ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ഇവിടെ. ലുലുവിൻ്റെ തന്നെയാണ് കേട്ടോ. അത് നല്ല ലാഭമായിട്ട് എനിക്ക് തോന്നി. കുരുമുളക് പൊടി അതൊക്കെ പൊടിച്ച് പാക്കറ്റിലാക്കി വെച്ചിരിക്കുകയാണ്. നല്ല വിലക്കുറവുണ്ട് ഇതിനൊക്കെ. പിന്നെ ഞാൻ ഈ ലുലുവിന് കച്ചവടം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല കേട്ടോ.
നാട്ടുകാർ ലാഭത്തിൽ സാധനം മേടിച്ചോട്ടെ എന്ന് വെച്ച് പറയുന്ന കേട്ടോ. അപ്പോൾ എനിക്ക് ഇവർ പൈസയും തരുന്നില്ല. ആപ്പിൾ റെഡ് ഇറ്റലി 259 രൂപയുള്ളൂ കേട്ടോ, 329 രൂപയുള്ളൂ. ആപ്പിൾ USA 329 രൂപയാണ്. അതൊന്നും വലിയ വിലക്കുറവൊന്നുമില്ല കേട്ടോ. പിന്നെ USA തന്നെ പല വെർഷനുണ്ട്, 379 രൂപയുണ്ട്. ആപ്പിൾ റോയൽ ഗാല എന്ന് പറഞ്ഞത് 179 രൂപ കേട്ടോ, 279 രൂപ ഉള്ളതിൻ്റെ. അപ്പോൾ ഈ ഒരു സെയിൽ കാണുന്നത് 8, 9, 10, 11 ഡേറ്റിലാണ്. പക്ഷേ അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിലും ഇപ്പോഴും ഈ സെയിൽ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അവർ സെയിൽ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ ഫിഷ് മേടിച്ചിട്ട് അതിൽ ഐസ് നിറയ്ക്കാൻ വേണ്ടി കസ്റ്റമർ കെയറിൻ്റെ ഭാഗത്ത് വന്നു കേട്ടോ. അപ്പോഴാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ ആളുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. രാത്രി കഴിഞ്ഞാൽ പറയണ്ട, ഭയങ്കര തിരക്കാണ്. അങ്ങനെ ലുലുവിൽ പർച്ചേസ് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോവാണ്. തിരിച്ചു പോകുന്ന വഴി ആ ഒരു സൈഡിൽ എന്തോ ട്രക്ക് കിടക്കുന്നതാണ് ഞാൻ വിചാരിച്ചു. പക്ഷേ ട്രക്കല്ല കേട്ടോ, ഇവർ സെയിലിന് വേണ്ടിയിട്ട് സാധനങ്ങൾ കൊണ്ടുവന്ന് സൂക്ഷിച്ചിരിക്കുന്നതാണ്. ഈ വലിയ ബ്ലാക്ക് കളറിൽ കാണുന്ന പടുതയിട്ട് കെട്ടിയിരിക്കുന്നത് കേട്ടോ. ടെമ്പററി ഗോഡൗൺ സെറ്റപ്പ് ആക്കിയിരിക്കുകയാണ്. ശരിക്കും ഞെട്ടിപ്പോകുന്ന കാഴ്ച കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. പിന്നെ സബ്സ്ക്രൈബും ചെയ്യണേ.